ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ഇപ്പൊ നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയൊരു ബിഗ് ബോസ് സീസണിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഗെയിമിൽ നിന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നും മാറ്റാൻ സാധ്യതയില്ലാത്ത കാര്യം എന്താണെന്നുള്ളതും പറയണം. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് കാര്യം ഒരു പോസിറ്റീവ് കാര്യവും പറയണം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ടാസ്കില് എല്ലാവരും അവരുടെ ആ ഒരു എന്താ പറയാ ഗാർഡ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് സാബുമാൻ എന്ത് ഫേക്കാണ്, എന്ത് ഫേക്കനാണ് ഈ സാബുമാൻ. എന്തൊക്കെയാണ് വന്നു എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും, പിന്നെ എന്താണ് മലയാള ഭാഷ കൂടുതലായിട്ട് പഠിക്കും, അറിഞ്ഞ് ഇത് ചെയ്യും. അനീഷിനിട്ടാണ് കൊട്ടുന്നത് ഫുള്ള് കേട്ടോ. ഈ ടാസ്കിൽ ഏറ്റവും സത്യസന്ധമായിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷാണ്. ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങളാണ് അനീഷ് അവിടെ മുന്നോട്ട് വന്നെന്ന് പറഞ്ഞത്. 24/7 ലൈവ് ഇത്രയും ദിവസം കണ്ട ഒരാളെന്ന നിലയ്ക്ക് അനീഷ് പറഞ്ഞ ഓരോ കാര്യവും കറക്റ്റ് പോയിന്റ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. പരദൂഷണം പറയില്ല. ആ ഒരു കാര്യമാണ് അനീഷ് മാറ്റാൻ ഉദ്ദേശിക്കാത്ത കാര്യം. ഇനി മുമ്പോട്ടുള്ള ഏത് സീസണിൽ അനീഷ് പ്രവേശിച്ചാലും, ബിഗ് ബോസ് മലയാളത്തിൽ ഏത് സീസണിൽ പ്രവേശിച്ചാലും പരദൂഷണം പറയില്ല. ഒരു കാര്യം വേറൊരാളിൽ നിന്ന് കേട്ട് അത് അടുത്ത ആളിലേക്ക് പകർന്നു കൊടുത്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പരദൂഷണ കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് അനീഷ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെ അക്ബർ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ. അതും ഇതിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ അനീഷ് കുറെ കൂടി ഫൺ ലവിങ് ആവുമെന്ന് പറയുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള സീസൺസിൽ ഏത് സീസണിൽ അനീഷ് പ്രവേശിച്ചാലും കുറച്ചുകൂടി ഫണ്ണായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. ചിരിക്കാനായിട്ടും കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിൽക്കാനായിട്ടും ഒക്കെ ശ്രമിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആദില ഇന്നലെ രാത്രി അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ കണ്ട ഒരു അനീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ഒരു അനീഷിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ സീസണിന്റെ അവസാനം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കാണുന്നത്. കുറെ കൂടി ആളുകളുമായിട്ട് മിണ്ടി ഇന്ററാക്ട് ചെയ്ത് ഒരു എന്താ പറയാ സോഷ്യലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു മാറ്റമാണ്. ഒരു മനുഷ്യൻ അവരുടെ സ്വന്തം സ്വഭാവത്തെ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അനീഷ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ സംസാരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അനീഷാണ്. പിന്നെ അനുമോളാണ് ആദ്യം വന്നതെന്ന് സംസാരിച്ചു കേട്ടോ. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു. പിന്നെ നെവിൻ പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ പാലെടുത്ത് എറിയില്ല, പിന്നെ വെള്ളം എടുത്ത് ഒഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടപ്പോ ചിരി വന്നു. നെവിൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമ്പോൾ ചിരി വരും. അത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ആ ഒരു ക്യാരക്ടർ പിടിച്ചു തന്നെ നെവിൻ അടുത്ത സീസൺസിലേക്ക് പോയി. നെവിൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഓഡിയൻസ് ഗെയിം കളിക്കുവാണെങ്കിൽ ജയിക്കാൻ വരെ പറ്റും. അതാണ് എനിക്ക് നെവിനോട് പറയാനുള്ളത്. ഇതേ ഫൺ എലമെന്റ് നിലനിർത്തി ഓഡിയൻസ് ഗെയിം കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു എൻട്രി കിട്ടിയാൽ നെവിന് നല്ല രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് പറ്റും. അതാണ് എനിക്ക് നെവിനോട് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ആദിലയും നൂറയൊക്കെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ ചൂസി ആയിട്ട് തെരഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട്. അനുമോൾ കിട്ടാണ് കൊട്ടിയത് കേട്ടോ. അനുമോൾ കിട്ടാണ് വെച്ചത് ഫുള്ള്. അപ്പൊ ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.